നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നത് NSS അനുകൂല നിലപാടുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ എത്തിയതോടെ ഉപരാഷ്ട്രപതിയുടെ പരാമർശത്തിൽ പുതിയ വഴിത്തിരിവാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനെയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെയും തള്ളിപ്പറയുന്നതാണ് ഫലത്തിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷന്റെ നിലപാട് എന്ന് നമുക്ക് വ്യക്തമാവുകയാണ്. NSS നിലപാടുകളോട് എതിർപ്പുണ്ടെങ്കിലും നേരിട്ടൊരു ഏറ്റുമുട്ടൽ ഗുണകരമാകില്ല എന്നത് തന്നെയാണ് BJPയുടെ വിലയിരുത്തൽ. വിഷയത്തിൽ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ ഇനി എങ്ങനെ പ്രതികരിക്കും എന്നതും പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു വെച്ചത് NSSന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഒരിക്കൽ പോലും BJP ഇടപെടാറില്ല എന്നാണ്. തനിക്കേറെ പിന്തുണ നൽകിയിട്ടുള്ള ആളാണ് ജനറൽ സെക്രട്ടറി എന്നും രാജീവ് ചന്ദ്രശേഖരൻ വ്യക്തമാക്കുന്ന സാഹചര്യം ആണ് ഉണ്ടായിട്ടുള്ളത്. ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ല എന്ന നിലയിൽ ഉള്ള വാർത്ത കൂടി അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ശ്രീജിത്തിന്റെ ഭാഗത്ത് നിന്ന്. അതായത് ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്ന നിലപാട് നേരത്തെ തന്നെ NSSന്റെ ജനറൽ സെക്രട്ടറി വ്യക്തമാക്കിയതാണ്. പരസ്യ പ്രതികരണത്തിനില്ല എന്നാണ് ആവർത്തിക്കുന്നത് സുകുമാരൻ നായർ. രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാട് സ്വാഗതാർഹം എന്ന് സുകുമാരൻ നായർ പറയുന്നുണ്ട്. അദ്ദേഹം തന്നെ ഉപരാഷ്ട്രപതിയെയും സുരേഷ് ഗോപിയെയും തിരുത്തിച്ചു എന്നും പറയുന്നുണ്ട്. ഏറ്റുമുട്ടാനില്ല, അവർ പറഞ്ഞത് തെറ്റാണെന്ന് രാജീവ് ചന്ദ്രശേഖർ തന്നെ വ്യക്തമാക്കി. ഇതാണിപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ NSSന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഒരു പ്രതികരണം. അതിലും പരസ്യമായ ഒരു പ്രതികരണത്തിന് മുതിരുന്നില്ല എന്ന് തന്നെയാണ് ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. ശ്രീജിത്ത്, മറുപടിയായി ലഭിക്കുന്ന വിവരങ്ങൾ ഇതാണല്ലോ. അഭിലാഷ്, തീർച്ചയായും NSSന്റെ ഇന്നലെ എടുത്ത മൗനത്തിനൊരു അംഗീകാരം കൂടിയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹം തന്നെ വാർത്താക്കുറിപ്പ് ഇറക്കി ഫലത്തിൽ ഉപരാഷ്ട്രപതിയുടെ നിലപാടും സുരേഷ് ഗോപിയുടെ നിലപാടും തള്ളിപ്പറയുകയാണ്. BJP അങ്ങനെ ഒരു ഏറ്റുമുട്ടലില്ല. ഇവരാരും പറഞ്ഞത് BJPയുടെ നിലപാടല്ല. BJPയും NSSും തമ്മിൽ ഭിന്നത, ഏറ്റുമുട്ടൽ എന്നൊക്കെയുള്ള വാദങ്ങൾ തെറ്റാണ്. മാത്രമല്ല, സുകുമാരൻ നായർ തനിക്ക് വലിയ പിന്തുണ, കേരളത്തിലെത്തി പ്രവർത്തിക്കുമ്പോൾ വലിയ പിന്തുണ നൽകിയ നേതാവാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നു. ഫലത്തിൽ ഇന്നലത്തെ മൗനത്തിന് പിന്നാലെ ഇന്നും അദ്ദേഹം മൗനം തുടരുകയാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാട് സ്വാഗതാർഹം തന്നെയാണ്. മാത്രമല്ല, ഈ പറഞ്ഞ നേതാക്കളെ കൊണ്ട് ഫലത്തിൽ രാജീവ് ചന്ദ്രശേഖർ തന്നെ തിരുത്തിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. ഒപ്പം തന്നെ ഒരു പരസ്യ ഏറ്റുമുട്ടലില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുന്നു. അതായത് NSS ഇനി രാഷ്ട്രീയ നേതാക്കളോട് ഇത്തരം വിഷയങ്ങളിൽ ഒരു പരസ്യ ഏറ്റുമുട്ടലിന് തൽക്കാലം ഇല്ല എന്ന നിലയിലേക്ക് എത്തുകയാണ്. മാത്രമല്ല, NSS തിരിച്ചറിയുന്നത് ഇത്തരമൊരു ഏറ്റുമുട്ടലിന് BJP എന്തായാലും തയ്യാറാകില്ല. ചില നേതാക്കൾ മാത്രമായിരിക്കും അത്തരത്തിൽ പ്രതികരണം നടത്തുന്നത്. അങ്ങനെ നേതാക്കൾ നടത്തിയാലും ആ പാർട്ടിയിൽ നിന്ന് തന്നെ തിരുത്തലുണ്ടാകുന്നു. മാത്രമല്ല, BJPയിലെ ബഹുഭൂരിപക്ഷം നേതാക്കൾക്കും ഈ ഒരു അഭിപ്രായം ഉണ്ടാകില്ല എന്നും അവർ വിലയിരുത്തുകയാണ്. ഫലത്തിൽ അങ്ങനെ BJP നേതാക്കൾക്കിടയിൽ തന്നെ ഈ സുരേഷ് ഗോപി അല്ലെങ്കിൽ CP രാധാകൃഷ്ണനെ പോലുള്ളവരൊക്കെ നടത്തിയ പ്രതികരണത്തെ ഒറ്റപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ പിന്നീട് NSSന് അവിടെ റോളില്ല. അവർക്കിടയിൽ തന്നെ ഉണ്ടായ പ്രശ്നം അവർ തന്നെ തീർക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കോളും. മാത്രവുമല്ല, ഇത്തരം പ്രതികരണങ്ങളോ നടത്തി ഈ ഡൽഹിയിൽ ഉൾപ്പെടെ രൂപം കൊണ്ട NSSന്റെ മറ്റൊരു രൂപത്തെ വളർത്തേണ്ടതില്ല എന്നും അദ്ദേഹം കരുതുകയാണ്. എന്തായാലും ഇതാണ് നിലപാട്. ഫലത്തിൽ ഈ വിവാദത്തോടെ ഇനിയൊരു തുടർ പ്രതികരണം നടത്തി അത് ആളിക്കത്തിക്കാനില്ല എന്ന നിലയിലേക്ക് NSS എത്തുകയാണ്. അഭിലാഷ്, യെസ്, അതായത് ഈ വിവാദം എന്താണെങ്കിലും അതിലിപ്പോൾ ശ്രീജിത്ത് എടുത്തു പറയേണ്ടത് ഒരുപക്ഷെ ഈ ഡൽഹിയിൽ നടക്കുന്ന നീക്കങ്ങളൊക്കെ ഒരുപക്ഷെ NSSന് സമാന്തരമാകുന്ന ഒരു സംഘടനാ രൂപീകരണം എന്ന നിലയിലേക്കാണ് നമുക്കതിനെ കാണേണ്ടതായി വരുന്നത്. അപ്പോൾ അത്തരം നീക്കങ്ങളും ഒരു അടഞ്ഞ അധ്യായമാകുന്നു, അല്ലെങ്കിൽ BJPക്ക് അങ്ങനെ ഒരു നീക്കത്തിൽ പിന്തുണ നൽകാനാവില്ല എന്നാണോ ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കേണ്ടത്? തീർച്ചയായും അത്തരം പരോക്ഷമായ പിന്തുണകൾ ഉണ്ടായേക്കാം ഒരുപക്ഷെ പലരുടെ ഭാഗത്തു നിന്നും. അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ BJPക്ക് അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ സാധ്യമല്ല. കാരണം നായർ സമുദായാംഗങ്ങളായ നിരവധി പേർ പാർട്ടി പ്രവർത്തകരുണ്ട്, നേതൃത്വത്തിലുണ്ട്. അങ്ങനെയൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു ഹൈന്ദവ സാമൂഹിക സംഘടനയായ NSSനോട് ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത് ദോഷം ചെയ്യുമെന്നാണ് ഫലത്തിൽ BJPയുടെ ഒരു വിലയിരുത്തലുള്ളത്. ഇത്തരം സമാന്തര നീക്കങ്ങൾ അത് BJP ആയിട്ട് ഉണ്ടാക്കിയതല്ല. അതിനു മുൻപ് സമസ്ത നായർ സമാജം പോലെയുള്ള സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ പല വേദികളും പലയിടത്തും രൂപപ്പെടുന്ന സാഹചര്യമുണ്ട്. പക്ഷെ അവർക്കൊന്നും കാര്യമായ വേരുറപ്പിക്കാൻ കഴിയുന്നില്ല, NSSനോട് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്ന വിലയിരുത്തൽ തന്നെയാണ് NSSനുള്ളത്. ഈ എതിർ ശബ്ദമുണ്ടാകുകയും അവരെ തള്ളിപ്പറയുകയും അതിനെ എതിർക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് അവർ കൂടുതൽ ശക്തിപ്പെടുന്ന സാഹചര്യമുള്ളത്. അതുകൊണ്ടുകൂടിയാണ് അതിലൊരു മൗനത്തിന്റെ മറുപടി സുകുമാരൻ നായർ നൽകുകയും ചെയ്യുന്നത്. നമുക്കറിയാം, സമീപകാലത്താണ് NSSലേക്ക് എറണാകുളത്തു നിന്നുള്ള ചില
കരയോഗങ്ങളുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തുന്ന നിലയൊക്കെ വരുന്ന സാഹചര്യമുണ്ടത്. ഹൈറേഞ്ച് യൂണിയനിൽ ചില ഭിന്നത ഉണ്ടാകുന്നു. അങ്ങനെ NSSന്റെ ചില ഘടകങ്ങളിൽ പത്തനാപുരത്ത് ചില ഭിന്നത ഉണ്ടാകുന്നു. ഇതൊക്കെ പക്ഷേ നേതൃതലത്തിലേക്ക് എത്താതെ ഒതുക്കി തീർക്കുന്ന നിലയിലേക്ക്, അതായത് അതിന് മൗനം അല്ലെങ്കിൽ നടപടി, ഇതിലൂടെയൊക്കെ അതിനെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നിലയിലേക്കാണ് NSS നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടാകുമ്പോൾ പോലും അതിന് ഇപ്പോൾ പ്രതികരിച്ച് അതിനൊരു വലിയ പ്രാധാന്യം കൊടുക്കുക എന്ന നിലയല്ല ഗുണകരമാകുക എന്ന് വിലയിരുത്തുന്നു. അതേസമയം തന്നെ ഇങ്ങനെ സമാന്തര നീക്കം ഉണ്ടാകണം, NSSന്റെ നേതൃത്വത്തിലുള്ളവരെ കൊണ്ട് തങ്ങൾക്ക് ഗുണമില്ല എന്ന് സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ പല പ്രചരണങ്ങളും നടത്തുന്നുണ്ട്. അത് BJP മാത്രമല്ല, ഈ നായർ സമുദായ അംഗങ്ങൾക്കിടയിൽ പോലും അത്തരം പ്രചരണങ്ങൾ നമ്മൾ കാണാറുണ്ട്. അത് ആ നിലയിൽ അതിനെ നേരിട്ട് എതിർത്താൽ അത് ഒരുപക്ഷെ വലുതാക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് NSS വിലയിരുത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനെ അത്ര കാര്യമായ പരിഗണന കൊടുക്കേണ്ടതില്ല. അത് തന്നെയാണ് അവഗണിച്ചൊഴിവാക്കുക എന്നത് തന്നെയാണ് ഏറ്റവും നല്ല തന്ത്രം എന്ന് NSS വിലയിരുത്തുകയാണ്. അഭിലാഷ്, യെസ്, പലപ്പോഴായി NSSും അതോടൊപ്പം തന്നെ നേതാക്കളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് പോയിട്ടുണ്ടെങ്കിലും പാർട്ടി ഒഫീഷ്യലി ആ ഏറ്റുമുട്ടലിനെ ഏറ്റുപിടിക്കുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിനപ്പുറത്ത് ഈ വിഷയങ്ങളെ അനുനയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. കേരളത്തിലെ ഒരു പ്രബലമായ സംഘടന, മതസംഘടന എന്ന നിലയിൽ അവരെ വെറുപ്പിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് BJPയുടെ നിലപാട് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ഉപരാഷ്ട്രപതിയും നേരത്തെ സുരേഷ് ഗോപിയും ഒക്കെ പരസ്യമായി തന്നെ സുകുമാരൻ നായർക്കെതിരെ രംഗത്ത് വന്ന പശ്ചാത്തലമുണ്ട് എങ്കിൽ പോലും BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അനുകൂലമാകുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ പരസ്യ പ്രതികരണത്തിലേക്കില്ല. നേതാക്കളെ BJP തന്നെ തിരുത്തിയല്ലോ എന്ന മറുപടിയാണ് സുകുമാരൻ നായരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അങ്ങനെ BJPയെ ചൊടിപ്പിക്കാനും ഇപ്പോൾ സുകുമാരൻ നായരും ഒരു പരസ്യ പ്രസ്താവനയിലൂടെ തയ്യാറാകുന്നുമില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.